പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ചാക്കിലേക്കാണ് പോയി വീഴുന്നത് എന്നുള്ളതാണ്. പിന്നീട് മനസ്സിലാക്കി ഈ ഒരു ശരീരത്തിൽ തന്നെയാണ് നാഡീവ്യവസ്ഥ, ദഹന വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ശരീരം നമ്മളുടെ പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതമായിട്ടുള്ള ഒരു ശരീരമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ശരീരത്തിനാണ് നമ്മൾ ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കുന്നത്. നന്നായിട്ട് ഉറങ്ങിയില്ല എങ്കിൽ, ഭക്ഷണം കഴിച്ചില്ല എങ്കിലൊക്കെ നമുക്ക് ഈ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കൂടാതെ മറ്റൊരു ശരീരം നമുക്കുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ ഈ എനർജീനെ പറ്റിയും ഓറയെ പറ്റിയൊക്കെ പറയുന്നത് ഈ സൂക്ഷ്മ ശരീരം റിലേറ്റഡ് ആണ്. ഓക്കെ, അത് തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ് 7 ചക്രങ്ങൾ നിലകൊള്ളുന്നത്. ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മളുടെ ഈ കാണുന്ന ബാഹ്യമായ ശരീരത്തിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം, എനർജീനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണവും വെള്ളവും ഉറക്കവും ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു സ്ഥൂല ശരീരത്തെ സൂക്ഷിക്കുന്ന പോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെ സംരക്ഷിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്.